Bridal Craft, The Wedding Mall, Pan Bazaar, Tirur. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൽപ്പുഴ സുസ്മിതയുടെ വീടിന് നേരെ കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. തൃപ്രങ്ങോട് സ്വദേശിയും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ കൽപ്പുഴ സുസ്മിതയുടെ വീടിന് നേരെയാണ് അജ്ഞാതർ കല്ലെറിഞ്ഞത്. മെയ് 5-ാം തീയതി രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. തവന്നൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി VS ജോയിയുടെ വിജയാഹ്ലാദ പ്രകടനം കഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്നു സുസ്മിത. രാത്രി 11 മണിയോടെ വലിയ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നപ്പോൾ കിടപ്പുമുറിയിലെ ജനൽ ചില്ലുകൾ തകർന്ന് ബെഡിൽ വീണ നിലയിലായിരുന്നു. ഉറക്കത്തിനിടെ പെട്ടെന്നുണ്ടായ ശബ്ദം കേട്ടാണ് താൻ ഉണർന്നതെന്നും ബെഡ് നിറയെ ഗ്ലാസ് കഷ്ണങ്ങളും കല്ലേറിന്റെ ആഘാതത്തിൽ ചെവിയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടുവെന്നും സുസ്മിത പറയുന്നു. വിജയാഹ്ലാദ പ്രകടനം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കിടന്ന് ഒരു 11 മണിയായപ്പോഴാണ് ഒരു സൗണ്ട് കേട്ടു. നോക്കുമ്പം ഗ്ലാസിൻ്റെ ജനൽ ചില്ലുകളാണ്. അത് പെട്ടെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അങ്ങനെ എന്തോ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്, ഇത് അപ്പം നോക്കിയപ്പോൾ ഗ്ലാസ്സുകളാണ്. അപ്പം തന്നെ മോനെയും പിടിച്ച് വിവരങ്ങൾ പറഞ്ഞു. എന്നുവെച്ചാൽ പെട്ടെന്ന് ഈ ഒരു കല്ല് കണ്ടപ്പോൾ വല്ലാതെ ഷോക്കായി. ഗ്ലാസ്സുകൾ മുഴുവൻ എൻ്റെ തലയിലും ചെവിയുടെ ഭാഗത്തുമായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പം എനിക്ക് ചെവി വേദനിക്കുന്നുണ്ട്. പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് വന്ന് പരിശോധിച്ച് പോയിട്ടുണ്ട്. സംഭവത്തിൽ സുസ്മിത തിരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധിയുടെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ നാട്ടുകാരും പ്രവർത്തകരും പ്രതിഷേധം രേഖപ്പെടുത്തി. അത് ഇനി വ്യക്തി വൈരാഗ്യമാണോ അതോ രാഷ്ട്രീയപരമായിട്ട് വൈരാഗ്യമാണോ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും രാവിലെയാണ് നമ്മളെ വിളിക്കുന്നതും ഇങ്ങനെ ജനൽ കല്ല് താഴെയുണ്ട്, അപ്പോൾ കല്ലെറിഞ്ഞത് പൊട്ടിച്ചാണ് സംശയം പറഞ്ഞു. നമ്മൾ പാർട്ടി പ്രവർത്തകർ എല്ലാവരും നമ്മൾ വന്ന് നോക്കി, നേതാക്കളും പ്രവർത്തകരൊക്കെ വന്ന് നോക്കി. അപ്പോൾ ആ സമയത്ത് കല്ല് താഴെയുണ്ട്, ഗ്ലാസ് പൊട്ടിയേയും കണ്ടു. അപ്പോൾ എന്തായാലും കല്ലെറിഞ്ഞ് പൊട്ടിയതാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം വാർഡ് കോൺഗ്രസ് UDF കമ്മിറ്റി അറിയിക്കുകയാണ്. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.